പേടിക്കാൻ മാത്രം ബുദ്ധിയാണെന്നില്ലെന്ന്. ഹൈ ഓഫ് ദ മിഡ് നൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ ലീഡറാണ് ഇയാളെന്നാ പറഞ്ഞത്. പിന്നെ നല്ല മസിലൊക്കെയുള്ള ഒരു സൂപ്പർ വില്ലന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോ പെണ്ണുങ്ങളെ പോലെ മുടിയൊക്കെ പിന്നിട്ട് ഒരുത്ത് നിൽക്കുന്നു. എന്താ മത്സരം തുടങ്ങാത്തത്? നിങ്ങൾ ഞങ്ങളുടെ പണം പറ്റിച്ചെടുക്കുകയാണോ? എവിടെ ഉച്ചിയ വിളിക്ക്, ഞങ്ങളുടെ മത്സരം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശരി, സമയപരിധി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഔദ്യോഗികമായി ഈ മത്സരം ഇവന്റെ ഈ മുടി ഇങ്ങനെ പിന്നിട്ട് കൊടുക്കുന്നത് ആരായിരിക്കും? പുള്ളി വലിയ റോയൽ അല്ലേ, അപ്പൊ പിന്നെ വേലക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ചെയ്തു കൊടുക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ മുടി കെട്ടിക്കൊടുക്കാൻ വരെ ഒരാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ ലോകത്തിലെ ഏറ്റവും അലമ്പ് ജോലി അതായിരിക്കും. അത് ചെയ്തവനെ നമ്മൾ പിടിച്ചു. എന്നെ കൂടി ഒന്ന് സഹായിക്കളവേ. നീ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാനോടാ ബഹുമാനം ഇല്ലാത്തവനെ. ഒന്നും മിണ്ടാതിരിക്കത്തള്ളേ. നമുക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, എന്നെ പറ്റി അങ്ങനെ വിലയിരുത്തരുത്. എനിക്ക് എല്ലാവരെയും ഇഷ്ടം. കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ അക്കാച്ചുക്കി ഉപയോഗിച്ചെന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒരു കസൈക്കാകയല്ലേ, എന്നിട്ടും നിനക്കൊന്നും അറിയില്ലെന്നാണോ? തിരിച്ചു ചെന്ന് നിന്റെ ഗ്രാമത്തിലെ മുതിർന്നവരോട് ചോദിച്ചു നോക്ക്. ആ സൂത്രക്കാരനായ വയസ്സൻ കരടി ഈ അക്കാറ്റ്സുക്കിയുടെ തലവന്റെ കാര്യമാണ് പറയാനുള്ളത്. അത് മിക്കവാറും മഡര ഉച്ചിഹെ. അതും നിന്റെ അച്ഛന്റെ ബുദ്ധിപരമായ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അയാൾ നിനക്ക് വേണ്ടത്ര മര്യാദകളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലെന്ന് തോന്നുന്നു. ശരിയായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ കസേക്കാകിയായി തെരഞ്ഞെടുത്തത്. കൊച്ചു കഴിവേറി. ഞാൻ കക്കാഷി ഹട്ടാക്കെ. എനിക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്താ? അതെ, നീ ഉറങ്ങോ? കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഹിഡൻ ഫിഗർ ജുത്സു, 1000 വർഷത്തേക്കുള്ള മരണം. ചക്രയിൽ ഉന്നം വെക്കാനുള്ള ഒരു സൈനാണിത്. ഇത് ആപത്താണ്. അയാൾ അതുകൊണ്ട് നറോട്ടയെ നശിപ്പിക്കും. ഈ അടയാളം ഒരു ഫയർ ജൂട്സിന്റെയാണ്. ഇയാള് നറോട്ടിനെ കളിപ്പിക്കാനല്ല നശിപ്പിക്കാനാണല്ലോ.